നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ സ്ഥിരമായി മാറുന്നുണ്ട്. സ്ത്രീകളടക്കം നിരവധി പേർ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തെ പോലീസിനെയൊക്കെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതായത് ഒമാനിൽ നിന്ന് മയക്കുമരുന്നുമായി ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ഒരു സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വെച്ച പോലീസ് പിടികൂടുന്നത്. ഒമാനിൽ നിന്ന് ഇക്കൂട്ടർ മയക്കുമരുന്നുമായി മുംബൈയിലെത്തുകയും അവിടെ നിന്ന് ട്രെയിൻ മാർഗം തിരൂരിലെത്തുകയും ചെയ്തിരുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ യുവാവിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിട്ടുള്ള 141.58 ഗ്രാം MDMA-യുമായിട്ടാണ് ഈ 3 പേരെയും തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരങ്ങാട് സ്വദേശി പുല്ലാണിക്കൽ ഹൈദരലിയും വെങ്ങര സ്വദേശിയായിട്ടുള്ള കുന്നത്ത് അസൈനാറും കണ്ണമംഗലം സ്വദേശിയായിട്ടുള്ള പാറക്കൽ മുഹമ്മദ് കബീറുമാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂർ പോലീസും തിരൂർ പെരിന്തൽമണ്ണ ഡാൻസാഫ് അംഗങ്ങളും ചേർന്നുകൊണ്ട് നഗരത്തിൽ ഉടനീളം ഒരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് പ്രതികൾ മയക്കുമരുന്നുമായി പിടിയിലാകുന്നത്. ഹൈദരലി ദിവസങ്ങൾക്ക് മുമ്പ് വിസിറ്റിംഗ് വിസയിൽ ഒമാനിൽ പോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് മുംബൈയിലേക്ക് ഇയാൾ തിരിച്ചെത്തുന്നു. മറ്റു 2 പേരെയും കൂട്ടി അവിടെ നിന്ന് ട്രെയിൻ വഴി തിരൂരിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് മയക്കുമരുന്നുമായി കടന്നുകളയാൻ ഇയാൾ ശ്രമിക്കവെയാണ് പോലീസ് ഇയാളെ വലയിലാക്കിയത്. ഒമാനിൽ വെച്ച് പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള വിൽപ്പനക്കാരിൽ നിന്നുമാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് ലഭ്യമായതെന്നും 360 റിയാൽ നൽകിയിട്ടുണ്ട് എന്നുമാണ് പിടിയിലായതിനു ശേഷം ഹൈദരലി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. കേരള വിപണിയിൽ ഏകദേശം 5 ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒമാനിൽ നിന്നും ലഭിക്കുന്ന MDMA ഏറ്റവും വീര്യം കൂടിയ ഇനമാണ് എന്നും ഇതിന് ഡിമാൻഡ് കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നതെന്നും ഒക്കെയാണ് പ്രതികൾ പറയുന്നത്. തിരൂർ DYSP മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ KJ ജിനേഷ, SI RP സുജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള അരുൺ, KR രാജേഷ്, ബിനു, ധനീഷ് കുമാർ, വിവേക്, സതീഷ് കുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇവരെ പിടികൂടാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള സംഘങ്ങൾ പലയിടത്തിലും തമ്പടിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ലഹരി വസ്തുക്കൾ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഹൈ സെക്യൂരിറ്റിയുള്ള വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘം തലപൊക്കുന്നത്. ഇത് അതിഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് പുതുവത്സര പാർട്ടികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലയിലേക്ക് വലിയ രീതിയിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ, അതായത് വീര്യമേറിയിട്ടുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘങ്ങൾ സജീവമായിരുന്നു. അതിന്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പരിശോധന നടത്തിയപ്പോൾ ഹബീബ് എന്നുള്ള ഒരു പ്രതിയെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ നിന്ന് ഇയാൾ ജോലി ചെയ്യുന്ന ഹബീബ അവിടെയുള്ള സുഹൃത്തുക്കൾ മുഖേന MDMA നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൊച്ചി, ഗോവ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തി അമിത ലാഭം ഉണ്ടാക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പിന്നീട് പ്രതി മൊഴിയായി നൽകുന്നുണ്ട്. വിദേശ നിർമ്മിത ലഹരിക്ക് നാട്ടിൽ ആവശ്യക്കാർ കൂടുതലാണെന്നും വിദേശത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് താൻ നാട്ടിലെ ഇടപാടുകൾ നടത്തുന്നത് എന്നൊക്കെ പ്രതി പറഞ്ഞിരുന്നു. അതേസമയം സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾക്ക്, നടിമാർക്കടക്കം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ തങ്ങൾ കൈമാറുന്നുണ്ട് എന്നും അന്ന് പ്രതി പറഞ്ഞതാണ്. ഇപ്പോഴും ഈ അവസ്ഥ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയം. എന്തായാലും വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്വേഷണവും പരിശോധനകളും ഒക്കെ ശക്തമാക്കി വരികയാണ്. പ്രതികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം.